സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈ ആഴ്ച നിങ്ങൾക്കായി വളരെ സ്പെഷ്യലായ ഒരു സിനിമ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. PT കുഞ്ഞുമുഹമ്മദ് സാറിന്റെ വിശ്വാസപൂർവ്വം മൻസൂർ. ഈ സിനിമയുടെ നെടുംതൂണുകളായ രണ്ട് പവർഫുൾ സ്ത്രീ കഥാപാത്രങ്ങളും ഈ സിനിമയുടെ ടിറ്റുലാർ ഹീറോ ആയ മൻസൂറും നമ്മുടെ കൂടെ തന്നെയുണ്ട്. സറീന വഹാബ്, ആശ ശരത് ആൻഡ് റോഷൻ. എല്ലാവർക്കും ആദ്യം തന്നെ ഈദ് മുബാറക്. എല്ലാവർക്കും ദിൽ സേ ഈദ് മുബാറക്. സോ ഈ മൂവി ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ദ മൂവി ഓഫ് ദ ടൈം, ദിസ് ഇസ് ദ മൂവി ദാറ്റ് വി വാണ്ട് റൈറ്റ് നൗ. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സിനിമയുടെ പാർട്ടാവാൻ ആൻഡ് യു ആർ പ്ലേയിങ് എ വെരി പവർഫുൾ റോൾ ഇൻ ദാറ്റ്. ശരിക്കും സാറിനോട് ഈ കഥ പറയുമ്പം ആദ്യം പറഞ്ഞത് ഈ സിനിമ, ഈ കഥാപാത്രം ഗൗതമി മാം ചെയ്യാനിരുന്ന ഒരു കഥാപാത്രമാണ്. അവസാന നിമിഷത്തിലാണ് മാമിന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്നിലേക്ക് വന്നൊരു കഥാപാത്രമാണ്. ഒരു സമയത്ത് ഒരു സിനിമ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റാറുള്ളൂ. അത് ഒരു വർഷത്തിൽ 2-3 സിനിമകൾ. ഞാൻ അവിടെ താമസിക്കുന്നതുകൊണ്ടും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടും. പക്ഷേ ഓൾറെഡി ഞാനൊരു ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സമയത്താണ് ഈ കഥ കേട്ടത്, മമ്മൂക്കയുടെ ശ്യാംദർ സിനിമ. അപ്പോൾ എനിക്ക് ചെയ്യാൻ ഒരു വഴിയുമില്ലാത്തൊരവസ്ഥയിലായിരുന്നു അദ്ദേഹം എന്നെ വിളിച്ചത്. പക്ഷെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെയും ഈ സിനിമ ചെയ്യണമെന്ന് ഉള്ള ആഗ്രഹമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 2 സിനിമയും ഒരേ സമയത്ത് ഷൂട്ടിംഗ് പോകുമ്പോഴാണ് പോയാണ് ആ സിനിമ നടന്നത്. എന്നെ അട്രാക്ട് ചെയ്തത് സിനിമയുടെ ടോട്ടൽ പ്രമേയമാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള വിശ്വാസത്തിനെയും സ്നേഹത്തിനെയും റിലേഷൻഷിപ്പിനെയും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. എൻ്റെ ഒരു കഥാപാത്രം എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു കഥ തന്നെയാണ് എന്നെ അട്രാക്ട് ചെയ്തത്. കൂടെ ഫാത്തിബി എന്ന് പറയുന്ന വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള തലശ്ശേരിക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ റോളാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കൊരു മകനുണ്ട്, റോഷൻ. ഇതെൻ്റെ ഒരു സുഹൃത്തും അവരുടെ മകളും ആ സിനിമയിലേക്ക്, ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട്. അതാണ് ആ സിനിമയുടെ ടോട്ടൽ പ്രമേയം. ഒരു അമ്മ മകൻ റിലേഷൻഷിപ്പ് എന്താ, അല്ലെങ്കിൽ ഒരു സൗഹൃദം എന്താണ്, ഒരു മനുഷ്യനിൽ നന്മ കാണണം എന്ന് പഠിപ്പിക്കുന്ന ഒരു സിനിമയാണ്. PT സാറിന്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ആ ഓരോ ഫീലും സാർ ഇതിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ ഇപ്പോൾ മാം പറഞ്ഞ പോലെ തന്നെ റിലേഷൻഷിപ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, വിശ്വാസത്തിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. മൻസൂറിൻ്റെ കഥയാണിത്. പക്ഷെ മൻസൂർ വഴി ഒത്തിരി കാര്യങ്ങൾ സാർ പറയുകയാണ് സൊസൈറ്റിനോട്. മൻസൂർ ഗൗതം എന്നുള്ള ക്യാരക്ടറിന് എത്ര ഡിഫറെൻ്റ് ആവാം ഒരു ക്യാരക്ടറിന് അത്രയും ഡിഫറെൻ്റ് ആണ്. എൻ്റെ ഈ ഒരു പ്രായം, എൻ്റെ ഒരു ബോഡി വെച്ച് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിൽ അത്രയും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. സോ ഐ ഫെൽറ്റ് റിയലി ലക്കി ആ ക്യാരക്ടറിന് വേണ്ടി. പിന്നെ ഫോർ ദ ടീം, കാരണം ഇതിൻ്റെ മേക്കേഴ്സ്, ഇതിൻ്റെ ടെക്നിക്കൽ ക്രൂ എല്ലാവരും അത് ലെജൻഡറി എക്സ്പീരിയൻസ്ഡ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. PT കുഞ്ഞുമുഹമ്മദ് സാറിൻ്റെ പഴയ പടങ്ങളൊക്കെ എൻ്റെ അപ്പൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മഗ്രീബ് കർഷവും അതൊക്കെ നീ കാണണം. അപ്പോൾ അങ്ങനത്തെ സിനിമകൾ മുതൽ പരദേശി ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. അതുപോലെ MJ രാധാകൃഷ്ണൻ സാറാണ് ഇതിൻ്റെ ക്യാമറമാൻ, രമേശ് നാരായണൻ സാറാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള, ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്. Sarina ma'am, over to you. So your character, it expresses a multitude of emotions because she has gone through a lot in her life. She has witnessed a lot and she has come back to Kerala and is with her friend. So no, not with my friend. I come back with my daughter. With your daughter, okay. So yeah, so you express a lot of strength and even at times we see a little bit of weakness there. So it's like polar opposites what you express there. So about this character and about how it was presented to you. Yeah, when they narrated this character to me, they said there's an emotional subject and between the story. The line is between mother and daughter, what they went through. Then from Bombay they come to Kerala and they live there. From there they face some problems. So this is it. I mean, these kind of roles, actually emotional roles, I have been doing it. Yeah. But this is with emotion, but little different also. So I really enjoyed playing because after some time, since I've started playing all character roles, so emotional character roles only I'm getting. So this is a little different one, I can say. That's it. And one of the major things about PT sir's script is that it has this depth which captures us. Like we become that character. Yeah. So even when we watch the movie, we can relate to it. It's kind of a catharsis watching his movie. So how did you feel? Yeah, because I heard so much about him, but I have not seen any of his movie. But he's too dedicated, and I heard that he has been working on this script since very long time. And he was telling me, because early in the morning at 6 o'clock he will come to go walk. And while walking every day, family pole aayirunnu. Yeah, it was more like a family. Then he will lock the door, then I'll come out and we walk for more than half an hour. Then that time he used to tell me, because he was writing the script since very long time and he has researched a lot
and screenplay is also his. So that's what he was. I mean, he's really put his heart and his soul into this subject. Exactly. But he still lets us also discuss it. He lets us bring our little Yeah. inputs into it. It's not He like takes our suggestions freedom also. തരുന്ന ആളായിരുന്നു. Okay. which is great. I was very happy about that Yeah. part of. അല്ല ചെയ്തിട്ട് ചില സമയത്ത് നമുക്ക് ഒന്നും കൂടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പല സമയത്തും സാധിക്കാറില്ല. എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവരോട് നമുക്ക് അങ്ങനെ ചോദിക്കാനും പറ്റില്ല. പക്ഷെ നമ്മൾ ഒന്നും കൂടെ ചെയ്തോട്ടെ എന്നുള്ള നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നുമ്പോഴത്തേ സാർ ചോദിക്കും ഒന്നും കൂടെ ചെയ്യണോ? അപ്പൊ നമ്മൾ വേണോ ഫോർ ആശ വൺ മോർ, ഫോർ റോഷൻ വൺ മോർ, അങ്ങനെ പറയും. ഫോർ വി ആർ ഓക്കെ but for Roshan, for Asha. Yeah, if we are not happy, then he will give us chance to Exactly. create, you know. അതൊരു That's very വലിയ nice. കാര്യമാണ്. So I okay. remember once she did one scene, and at the end of the scene she falls down and all. He was too happy with the shot. Then after her pack up, then he called me, come here, I'll show you something. Look at this performance. Oh, God. And he was really very happy. Because he showed me Yeah. this scene. That was very nice. ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയിൽ കാണുന്ന ഒരു അമ്മയല്ല. നമ്മൾ പാട്ടുകളിലൊക്കെ നോക്കുമ്പോൾ മോന്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ശരിക്കും സ്വന്തം ഫ്രണ്ട്സ് പോലെ ഇടപഴകുന്നു. അല്ല, ഒരു അമ്മയായിട്ട് എനിക്ക് വലിയ പ്രിപ്പറേഷൻ ഒന്നും വേണ്ട. ഞാൻ 2 പെൺകുട്ടികളുടെ അമ്മയാണ്. സോ ഒരു അമ്മയും മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇപ്പം ഞാനും റോഷനും തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. ഞാൻ അവനെ മക്കളെ, മോനെ എന്നൊക്കെയാണ് എപ്പോഴും വിളിക്കുന്നതും. ഇപ്പം എൻ്റെ മക്കളെ പോലെ തന്നെ മൂത്ത ആൾ ഷീസ് ഡൂയിങ് എഞ്ചിനീയറിംഗ്, മൂത്ത മകൾ. സോ അവരിപ്പം ഫാത്തിബിയെ എല്ലാവരും അങ്ങനെ റെസ്പെക്ട് കൊണ്ട് വിളിക്കുന്നത്, മോൻ വിളിക്കുന്നതും ഫാത്തിബി എന്നാണ്, ഉമ്മ എന്നല്ല. സോ അത് എനിക്കൊരു അത്ഭുതമല്ല. കാര്യം എൻ്റെ മക്കള് 2 പ്രാവശ്യം അമ്മയെന്ന് വിളിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആശ ശരത്തെ എന്ന് വിളിക്കും. അപ്പൊ ഞാൻ തിരിഞ്ഞു ഇപ്പൊ തിരിഞ്ഞു നോക്കുമല്ലോ എന്ന് വിളിക്കും. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ് എനിക്ക് അവരോടുള്ള പോലെ തന്നെ. ഇപ്പൊ അവരും അവരുടെ അവരുടെ കോളേജിലെ കാര്യം, സ്കൂളിലെ കാര്യം, അവരുടെ ക്രഷും എവറിത്തിങ് ഡിസ്കസ് വിത്ത് മീ. അതുപോലെ തന്നെയാണ് മൻസൂറും ഫാത്തിബിയും ഡിസ്കസ് വിത്ത് മീ. അതുപോലെ തന്നെയാണ് മൻസൂറും ഫാത്തിബിയും. പിന്നെ ഞങ്ങൾക്കൊക്കെയുള്ള ഒരു പ്രശ്നം, ആ ഭാഷ ഞങ്ങൾക്കൊക്കെ ഒരു പ്രശ്നമായിരുന്നു. അതിൽ ആദ്യം ഫസ്റ്റ് ആയത് അദ്ദേഹമാണ് പിന്നെയും അത് കൃത്യമായിട്ട് പഠിച്ചത്. കുറച്ചുകൂടെയൊക്കെ സ്ലാങ് എനിക്ക് കുറച്ചുകൂടെയൊക്കെ സമയം വേണ്ടി വന്നിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ആർക്കും ആ ഭാഷ ശരിക്കും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ആരും അത് പറയുമ്പോൾ മറ്റൊരാൾ ചിരിക്കില്ലായിരുന്നു. കാരണം നമുക്ക് ആർക്കും അത് അറിയില്ലല്ലോ. അപ്പൊ അവിടുത്തെ ലോക്കൽസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ വളരെ ശരിക്കും ഡിഫറെന്റ് ആയി നമുക്ക് പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവോ പോലുമില്ലോ. അടുത്തു പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു അസിസ്റ്റന്റ് ഡയറക്ടർ പെർട്ടിക്കുലർലി ഇതിനായിട്ട് ഭാഷയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടായിരുന്നു. ഡബ് ചെയ്യുമ്പോഴും അഭിനയിക്കുമ്പോഴും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങള് ഒരു വലിയൊരു മുസ്ലിം വീട്ടിലായിരുന്നു, വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു വീട്ടിലായിരുന്നു ഷൂട്ട് നടന്നിരുന്നത്. അവിടെ കുറെ അംഗങ്ങളുണ്ട്. ഞങ്ങൾ എല്ലാവരും ഷൂട്ടിങ്ങിന് ഒരു റൂമിലായിരുന്നു ഇരുന്നിരുന്നത്. ഓക്കെ, സോ ഒരു ഫാമിലി പോലെ ഞങ്ങള് ഭക്ഷണം കഴിക്കുന്നതും ഈവൻ ഡ്രസ്ഡ് മേക്കപ്പ് ചെയ്യുന്നതും ഈവൻ ഡ്രസ്സ് മാറുമ്പോൾ മാത്രം റോഷനെ രഞ്ജിയേട്ടൻ ഞങ്ങൾ പുറത്താക്കുമായിരുന്നു. സോ എല്ലാം അങ്ങനെ ഒരു മുറിയിൽ ആയിരുന്നു ഇത്രയും ദിവസങ്ങൾ. സോ ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി ഓൺലി. Seriously. Coming back to the theme of the movie, as I said, it's very important. ഇപ്പോൾ നമ്മൾ ട്രെയിലർ കാണുകയാണെങ്കിൽ തന്നെ കുറെ ക്യാച്ച് വേർഡ്സ് ഉണ്ട് അതിനകത്ത്. അവർ പറയുന്നത് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ഈ കഥയിൽ വില്ലനില്ല. പി ടി സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ കഥയില് വില്ലനില്ല റോഷൻ. ഇതില് നെഗറ്റീവ് ആയിട്ടുള്ള ആരും ഇല്ല. ഒരാൾക്ക് ദോഷം വരുത്തണമെന്ന് വിചാരിക്കുന്ന ക്യാരക്ടേഴ്സ് ഇല്ല. കഥയാണ് വില്ലൻ എന്നാണ് പി ടി സാർ പറയുന്നത്. അപ്പം സൊസൈറ്റി ആയിട്ട് മൻസൂറിന് നൽകുന്നതാണ് ഈ പ്രശ്നങ്ങൾ, അവൻ്റെതായ പ്രശ്നങ്ങളല്ല. പെട്ടെന്നൊരു അവസരത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ മൻസൂറിന്റെ രാജ്യസ്നേഹം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആൻഡ് ഹി ഡസന്റ് നോ ഹൗ ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. ഹി ഈസ് ജെന്യുവൻലി പേട്രിയോട്ടിക്. എനിക്ക് എൻ്റെ രാജ്യത്തോട് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരല്ലോ, തെളിയിക്കണ്ടേ. ഈവൻ മാം, ദ ക്യാരക്ടർ ദാറ്റ് യു ആർ പ്ലേയിങ്, that character itself stands for this one social cause, as in she has been a victim of that one situation, which we will see when the movie releases. But then she and her daughter both are victims. But being a mother, I'm more emotional. Even the daughter is also very emotional, but both emotions are different. So my character is nice and very emotional from the beginning. When the family is there, I'm okay. After that, when we come to Kerala, then my role becomes very emotional role. And we did it. Now let's see when audience have to like it. And your daughter's role was played by Prayaga. She's damn good. She's very good actress. We are missing her. Yeah, we are missing. She's very good actress. Yeah, the picture would have been complete if Prayaga. And how was your chemistry with Prayaga?
superb. So I'm really missing her. I spoke to her this morning. She calls me Ma. So one day she was calling her mother Ma. Yes, you know, we bonded like that. Yeah, they were actually like mother and daughter. ഇവർ രണ്ടുപേരും Love to have her like daughter. എന്ത് കാര്യം ഉണ്ടായാലും പ്രയാഗ ആദ്യം ഓടി ചെന്നിട്ട് മാമിന്റെ അടുത്ത് പറയും, പിന്നെ ഇവർ രണ്ടുപേരും ഇരുന്ന് കുറെ സംസാരിക്കും, കുറെ ചിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കാര്യം Very well behaved and very professional. മിടിക്കുകയാണ്. Yeah, she That's is. the best compliment for her. Yes. That you want her as your daughter. കോംപ്ലിമെന്റ് കൊടുത്ത് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടില്ല. ഇത്രയും ഇനിയുള്ള ഒരു ജനറേഷനിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രോമിസിങ് ആക്ടറാണ് റോഷൻ. ഇത് ഞാൻ അതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഹീസ് അത് മാത്രമല്ല ഒരു ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യുന്നതും അതിനെത്ര വർക്ക് ചെയ്യുന്നതും ആൻഡ് ആ ഇമോഷൻസ് ഹീസ് ഒരു ഇനിയുള്ള ഇപ്പം ഈ സിനിമ നന്നായി ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യണം. ഇനി ഒരു പ്രോമിസിങ് ഹീറോ, പ്രോമിസിങ് ആക്ടർ, വൺ ഓഫ് ദ ആക്ടർ എന്ന് പറയാം. ആൻഡ് ഹി വിൽ ബി. Yeah, I agree with her completely. ഡെഫിനറ്റ്ലി നിങ്ങൾ ശരിക്കും ഒരു അമ്മ മോൻ പോലെ തന്നെ ആയി. ഇപ്പൊ നേരത്തെ റോഷൻ പറയുമ്പോഴും പൊങ്ങണ്ട പറയുമ്പോഴും ഇല്ല ഞാൻ പറഞ്ഞിട്ട് ആക്ച്വലി ആ ഒരു എനിക്ക് ആൺകുട്ടി ഇല്ലല്ലോ, അതിന്റെ വിഷമം തീർന്നില്ലേ? ഓക്കെ ഇതൊക്കെ ഞാൻ പറയും ചോക്ലേറ്റ് വാങ്ങിച്ചു തരണം. ഒക്കെ ആശ്ചിച്ച് പഠിപ്പിച്ചാ ചോക്ലേറ്റ് പോയി. ബാക്കി ബ്രേക്ക് ടൈമിൽ ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എക്സ്പ്രഷൻ ഒക്കെ കൃത്യമായിട്ട് കിട്ടുമല്ലോ. അങ്ങനെയാ. Yeah, in that one song, Just joking. in one song he gave some cute steps. Very nice. ഹോളിസ്റ്റിക് പാക്കേജ് ആയിരുന്നു സിനിമ, എല്ലാം കിട്ടി. അല്ല ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം റോഷനാണെങ്കിലും പ്രയാഗ പ്രയാഗയാണെങ്കിലും ലിയോണയാണെങ്കിലും ഇവര് മൂന്നുപേരും ശരിക്കും പറഞ്ഞാൽ കൊഞ്ചി വഷളാവുമായിരുന്നു നമ്മുടെ മുമ്പിൽ എന്ന് പറയാം. ശരിക്കും കുട്ടികളായിട്ട് നമ്മളൊട്ടും പ്രതീക്ഷയല്ലോ. നമ്മൾ വിചാരിച്ച് ഇത്രയും സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് കൂടെ അഭിനയിക്കുമ്പോൾ ഒരു അവരിത്തിരി റിസർവ്ഡ് ആയിരിക്കും, അങ്ങനെ അധികം സംസാരിക്കത്തൊന്നുമില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളെക്കാളും കൂടുതൽ ചിരിയും കളി ഇവര്. നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. വലിയ സിനിമ, വലിയ ആക്ടേഴ്സ്, ഇവർക്ക് അതൊന്നും ഇല്ല, ടെൻഷനൊന്നും ഇല്ല, ഭയങ്കര ചിരിയും കളിയും. അപ്പൊ പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ശരിക്കുള്ള സ്വഭാവം എല്ലാം ഷോർട്ട് പറയുമ്പോഴേ നോക്കി നമ്മൾ അഭിനയിക്കുകയാണല്ലോ നമ്മള്. പിന്നെ അത് ശരിക്കും പി.ടി. സാർ ചെയ്ത ഭയങ്കര യൂസ്ഫുൾ ആയ ഒരു കാര്യമാണ് കേട്ടോ അത്. കാരണം ഇങ്ങനൊരു സബ്ജക്ട് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇറ്റ്സ് വെരി ഈസി ഫോർ ഇറ്റ് ടു ഗെറ്റ് യുവർ ഹെഡ്. അനാവശ്യമായ ഒരു സീരിയസ്നെസ്സും അനാവശ്യമായ ചിന്ത കൂടുതലൊക്കെ വരുമ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടാക്കും അത്. പക്ഷെ പി.ടി. സാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഷൂട്ടിന്റെ ഇടയിൽ നമ്മൾ ഭയങ്കര ഹെവി ആയിട്ടൊരു സാധനം ചെയ്യുന്നതിന്റെ ഇടയിൽ അതിന് തമാശകളുണ്ട്. ഒരാളിപ്പോ സപ്പോസ് ലിയോണയാണോ പ്രയാഗാണ് ആരെങ്കിലും ഒരാൾ ടീം ചെയ്ത് നമുക്കൊന്ന് അവരെ കളിയാക്കും, ഒന്ന് പേടിപ്പിക്കാം, ഇങ്ങനെ പറയാ, ഒരു സീൻ ഉണ്ടാക്കുക. അപ്പൊ എല്ലാവരും ചോദിക്കുമ്പോൾ അവരിങ്ങനെ എംബാരസ്ഡ് ആവും. അപ്പൊ കൂവ കളിയാക്കുക, ഭയങ്കര ഒരു ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു അത്രയും ദിവസം അടിച്ചു പൊളിച്ച ദിവസങ്ങൾ ഷൂട്ട് കഴിയുന്ന ദിവസം ഇദ്ദേഹം ഒരു ബൈക്കിൽ നിന്ന് ഒരു വീഴ്ച ഞങ്ങൾ വീണു. അതോടുകൂടി ഞങ്ങൾ എല്ലാവരും ആ സങ്കടം കുറച്ചും കൂടെ വിടുകയും ചെയ്തു. എല്ലാരും കൂടെ കണ്ണു വെച്ചാണെന്നായിരുന്നു സെറ്റില് പൊതുവെ ഉള്ള വർത്താനം. ആ ഒരു സ്നേഹത്തിൽ നിന്ന് പെട്ടെന്ന് ഇവന് അങ്ങ് പോയി ബൈക്കാണെന്നില്ല എല്ലാവരും നോക്കുമ്പോൾ ബൈക്കിൽ നിന്ന് വീണു. അപ്പൊ എല്ലാവരും ആ കരഞ്ഞിട്ടാണ് നമ്മുടെ ലാസ്റ്റ് ഷോട്ട് തീർന്നത്. സാരില്ല, ഐശ്വര്യം എന്നൊക്കെ പറയില്ലേ എന്തേലും നടക്കുമ്പോ. കയ്യിലിരിപ്പും അത്ര ശരിയല്ല, അങ്ങനെ പറയില്ലേ. ഈ ഒരു കാലഘട്ടത്തിൽ വരേണ്ട ഒരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നിയത്. കാര്യം റിലേഷൻഷിപ്സും ഇതെല്ലാം ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അമ്മ മകനാണെങ്കിലും ഇപ്പം ഈവൻ ലവേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഡെപ്ത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലങ്ങളാണ്. ഇതിൽ വാക്ക് കൊടുക്കുക, സ്നേഹം, ഇതിനൊക്കെ ഒരുപാട് വാല്യൂസ് ഉണ്ട് ഈ സിനിമയിൽ. അതായത് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്ന ഒരു വളരെ കുറച്ചു കാലത്തെ പ്രണയം അല്ലെങ്കിൽ കുറച്ചു കാലത്തെ അതിലല്ല, വാട്ട് ഈസ് ആ റിലേഷൻഷിപ്പിന് എന്താണ് ആദ്യം കൊടുത്ത എല്ലാത്തിനും ഒരു വാല്യൂ ഉള്ള ഒരു സിനിമയാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി സാറ് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം വളരെ ക്ലിയർ ആണ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷനും അല്ലെങ്കിൽ ഇപ്പോൾ ജനറേഷനും ഉള്ളതിലൊക്കെ വിട്ടിട്ട് പൊതുസമൂഹത്തിനോടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ വരേണ്ട ഒരു സിനിമ തന്നെയാണിതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരാളുടെ ഇൻഡിവിജ്വലിസ്റ്റിക് കാര്യങ്ങൾ ഒഴിച്ച് സൊസൈറ്റീനെ പറ്റിയിട്ട് ഉള്ള ഒരു സിനിമയും കൂടെയാണ്. കാരണം നമ്മുടെ ചുറ്റും നടക്കുന്ന കുറേ സംഭവങ്ങൾ വളരെ റിയലായിട്ട് നമ്മുടെ ചുറ്റും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഈ സിനിമയിൽ നടക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് എ കോഇൻസിഡൻസ്. കാരണം ഈ പടം എഴുതിയിരുന്നത് 2-3 കൊല്ലം മുമ്പാണ്. അപ്പോഴാണ് പി.ടി. സാർ എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞത്, അന്ന് ഈ സിനിമ ഉണ്ടാവാഞ്ഞത് ഒരു കണക്കിന് നന്നായി, കാരണം ഇന്നാണ് എന്തുകൊണ്ടും ഇതിന് പറ്റിയൊരു സമയം. ഒരാളുടെ ജാതി, മതം, ഇതാണോ അയാളുടെ ഐഡൻറ്റിറ്റി, ഇതിന് ഒരു റിലിജൻ എന്നുള്ളതിനെക്കാട്ടിൽ അപ്പുറത്ത് വേറെ അർത്ഥമുണ്ടോ? കമ്മ്യൂണൽ വയലൻസ് നമുക്ക് ചുറ്റും ഒരുപാട് നടക്കുന്നു. അതിൻ്റെ ആഫ്റ്റർമാത്ത് എന്താണ്? അതിൻ്റെ സർവൈവേഴ്സിൻ്റെ പിന്നെ മുമ്പോട്ടുള്ള കഥ എന്താണ്?
അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. മൻസൂർ എന്ന സിനിമയിലെ വിശ്വാസപൂർവ്വം മൻസൂർ എന്ന സിനിമയിലെ കോൺഫ്ലിക്ട്സ് ഇപ്പം നമ്മുടെ സൊസൈറ്റിയിലുള്ള കോൺഫ്ലിക്ട്സ് ആണ്. ഇത് മാത്രമല്ല, ഇപ്പം മൻസൂർ എന്ന് പറയുന്നത്, ഫാത്തിബി എന്ന് പറയുന്നത് മാം ചെയ്യുന്ന ക്യാരക്ടർ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാണ്. പക്ഷെ ഇവരുടെ ഏറ്റവും അടുത്ത കുടുംബം എന്ന് പറയുന്നത് ഒരു വീട് പോലെ കഴിയുന്നത് ഒരു ഹിന്ദു കുടുംബമാണ്. അപ്പോൾ അവിടെ ചോദിക്കുമ്പോൾ തലശ്ശേരിയിൽ പല പല വീടുകളും പല കുടുംബങ്ങളും ഇങ്ങനെയാണ്. അവരുടെ ഉത്സവങ്ങൾ പോലും അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഉത്സവവും ഇത് 2 കുടുംബങ്ങൾ, മുസ്ലിം ഹിന്ദു കുടുംബങ്ങളെല്ലാം ചേർന്നിട്ടാണ് ആഘോഷങ്ങളെല്ലാം. സോ അങ്ങനെ ഒരു ജാതി മതഭേദം എന്നീ എല്ലാത്തിലും വലുത് സ്നേഹമാണ്, മനുഷ്യനാണ് എന്ന് പറയുന്നൊരു സിനിമ കൂടിയാണ്. തീർച്ചയായും ഇപ്പോൾ മാം പറഞ്ഞ പോലെ തന്നെ തലശ്ശേരി ആസ് എ പ്ലേസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നോർത്തേൺ കേരള നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഹിന്ദുസ് ഇഫ്താർ പാർട്ടി നടത്തുന്നു, അങ്ങനെയെല്ലാം വി സീ ഇറ്റ് ദേർ ഫസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഉത്സവങ്ങളൊക്കെ ചില ഇപ്പം മുസ്ലിം കുടുംബത്തിൽ നിന്നാണ് ചില അമ്പലങ്ങളിലേക്കുള്ള ആഭരണങ്ങൾ കൊണ്ടുപോകുന്നത്. ഇങ്ങനെയുള്ള ചടങ്ങുകളെല്ലാം അവിടെ ഇപ്പൊ ഞങ്ങളൊരു ഷൂട്ടിങ്ങിന് നിന്നപ്പോൾ അവർ പറയുണ്ടായി, അങ്ങനെയൊക്കെയാണ് അവിടെ കഴിയുന്നത്. അതാ ഞാൻ ചോദിച്ചു വന്നത്. അതാ അവിടെ നിങ്ങൾ ചെന്നപ്പോ അങ്ങനെ എന്തെങ്കിലും ഡിഡ് ദേ ഷെയർ സംതിങ് വിത്ത് യു അവിടുത്തെ ലോക്കൽ ആളുകള്? ആ കല്യാണ വീട് നടന്ന വീട്ടിലെ അമ്മ, ഒരമ്മയുണ്ട്, കല്യാണ വീട് സൗമ്യയുടെ വീട് ഷൂട്ട് ചെയ്തപ്പോൾ ഒരു വയസ്സായ അമ്മയെ കാണിക്കുന്നുണ്ട് ആ സിനിമയിൽ. ഞാൻ പോയിരുന്ന് സംസാരിക്കുന്ന പാട്ടിൽ കാണിക്കുന്നുണ്ട്. ആ അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അമ്മ പറയുമായിരുന്നു, ഇവിടെ അങ്ങനെയാണ്, ഇവിടെ ഇങ്ങനൊരു സംഭവമില്ല, പുറത്ത് പറയുന്നത് മാത്രമാണ്, ഇവിടെ അത്രയും സ്നേഹത്തോടു കൂടിയാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. 2 കുടുംബങ്ങളും ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും റംസാൻ ആണെങ്കിലും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് കൊണ്ടാടുന്നത്. അങ്ങനെ ഒന്നേന്ന് കണക്കാക്കുന്ന കുടുംബമാണ് ഇവിടെ ഉള്ളത് എന്നാണ് എപ്പോഴും പറയുന്നത്. മാത്രമല്ല ആ ഏരിയയിലുള്ള ആൾക്കാരുടെ സ്നേഹവും പറയാതെ പറ്റില്ല, ഭയങ്കര ജെന്യുവനാണ്. ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് പറയാൻ, എൻ്റെ ഹസ്ബൻഡ് ശരത്തിന്റെ തറവാട് കണ്ണൂരാണ്. അവിടെ ചെല്ലുമ്പോൾ ആ അടുത്ത വീടുകളുടെയും കുടുംബത്തിലുള്ളവരുടെ ഒരു സ്നേഹം, അവരുടെ സൽക്കാരം, അവരുടെ ആതിഥ്യ മര്യാദ ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ ഈ സിനിമയിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾ 3 പേരും ഭയങ്കര പാട്ടുകാരാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. തീർച്ചയായും റോഷൻ ഡിനൈ ചെയ്യണ്ട, പലയിടത്തും പ്രൂഫ് വരുന്നുണ്ട്. പാടുന്നതാണ് ഞാൻ കേട്ടില്ല. ഞാൻ ഡാൻസ് കളിക്കുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. മാം സ്പെഷ്യലി we have heard that you sing really well, so we need you to sing. एक काम करते हैं इस बार थोड़ा एक चेंज के लिए हिंदी गाना. हिंदी गाओ, not नाधानी और वेरे the other one. No, हिंदी one. 2 lines, sir, 2 lines. 2 लाइन कौन सा गाना गाऊं? മറ്റേ you remember that Kamal sir മാടപ്രാവേവ that one ആ പാട്ടല്ലേ? गाना गाऊं? ആ माड़ा प्रावेवा और पूरी पूटा नहीं, I'm remembering the line. ഒരു കൂടു हाँ चलो done. But not perfectly, but No, that's okay. they're making fun of me all the time. Telling me to sing. But when are we making No, and they sing very nicely and No they're worry, not you give singing. them chances as well. മാടപ്രാവേവാ ഒരു ഊര് കൂട്ടാൻ വാ. അതൊക്കെ പാടിക്കോ. ഈ വസന്തകാലം നേനെ വരവേൽക്കാനി വാ മാടപ്രാവേവാ ഒരു ഊര് കൂട്ടാൻ വാ. क्या बात है. രണ്ടുപേരും കൂടിയല്ലോ അവസാനം. മാമും ഞാനും കൂടെ ഒരു ഡാൻസ് ചെയ്തിട്ട് ചുമ്മാ തമാശയ്ക്ക് നാഥ നീ വരുന്നൊരു വീഡിയോ എടുത്തിട്ട് നമ്മളത് വെറുതെ രസത്തിന് ഫേസ്ബുക്കിലെല്ലാം പോസ്റ്റ് ചെയ്തു. ഞാനത് കമൽ സാറിന് വാട്സപ്പ് ചെയ്ത് കൊടുത്തു, കമൽ ഹാസൻ സാറിന്. അപ്പൊ സാറ് തിരിച്ച് അതിനകത്തൊരു 2-3 ഹാർട്ട്സ് അടിച്ചു. ഷീസ് മൈ ഹീറോയിൻ, Don't you dare എന്നല്ലേ. ഷീസ് മൈ ഹീറോയിൻ. What a brilliant actor. You know, I consider Kamal Hassan as an institute. He's an institute. Yes. Yeah. So ഈ മൂവിനെ കുറിച്ച് നിങ്ങൾ 3 പേര് to the audience. Audience, please up. This film is little different. Maybe people, they say nowadays they are not making good movies. When we make good movies, they want to. They will think twice whether to go or not. Please don't think twice. Just think once. We have to see this movie. Please go and watch it. Thank you so much. നല്ലൊരു സിനിമയാണ് എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട്. വിശ്വാസപൂർവ്വം മൻസൂർ. അപ്പം പോയി കാണുക, കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരോടും പറയുക, കൂട്ടുകാരോട്, കുടുംബത്തിനോട് എല്ലാവരോടും പറയുക. ഒരു വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി ആയിരിക്കും ഞങ്ങൾക്ക് ഈ പടത്തിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുക. അപ്പം
എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഒരു സൗഭാഗ്യമാണ് ഈ ഫാത്തിബി എന്ന് പറയുന്ന കഥാപാത്രവും വിശ്വാസപൂർവ്വം മൻസൂർ എന്ന് പറയുന്ന സിനിമയും. ഗൗതമി മാമിന് ഇതൊരു വലിയൊരു നഷ്ടവും എൻ്റെ കരിയറിൽ എനിക്ക് വലിയൊരു ബ്ലെസ്സിങ്ങുമായിട്ട് വന്നൊരു കഥാപാത്രമാണ്. നല്ലൊരു സിനിമയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാലഘട്ടത്തിൽ വരേണ്ട ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും കാണുക. റംസാൻ്റെ ആഘോഷങ്ങൾക്കൊപ്പം ഇതും ഒരു ആഘോഷമായി നിങ്ങളും കുടുംബവും കൂട്ടുകാരും ഒക്കെ പോയി ഞങ്ങളെ അനുഗ്രഹിക്കുക, ഞങ്ങളുടെ സിനിമ കാണുക. ഇതൊരു ഈദ് റിലീസ് മൂവിയാണ്. ശരിക്കും പെർഫെക്റ്റ് ടൈം ഫോർ ദ മൂവി ഓൾസോ ടു റിലീസ്. അപ്പോൾ ഈദ് ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെ ഓഡിയൻസ് എല്ലാവരും നിങ്ങളുടെ മൂവി പോയി കണ്ടിരിക്കും ഡെഫിനറ്റ്ലി. നമ്മളെന്തായാലും നമ്മുടെ ഭാഗത്തു നിന്ന് വി വിൽ മേക്ക് ഷുവർ ദാറ്റ് ദേ വാച്ച് ഇറ്റ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഈദ് വിഷ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാരക്. എല്ലാവർക്കും ദിൽ സേ ഈദ് മുബാരക്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ.